എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം PR മുരളി. എല്ലാവർക്കും പെർഫെക്റ്റ് നൊട്ടേഷൻസ് ട്യൂട്ടോറിയൽ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ഗാനം നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദശരഥം എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീ പൂവച്ചൽ ഖാദർ രചിച്ച് ശ്രീ ജോൺസൺ സംഗീതം ചെയ്ത് ശ്രീ MG ശ്രീകുമാറും ശ്രീമതി ചിത്രയും ചേർന്ന് പാടിയ മന്ദാര ചെപ്പുണ്ടോ എന്ന ഗാനമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് സമർപ്പിക്കുന്നത്. ഇത് ഹരഹരപ്രിയ രാഗത്തിൻ്റെ ഫ്രെയിമിലാണ് കിടക്കുന്നത്. ഹരഹരപ്രിയ എന്ന് പറയുമ്പോൾ സാരി ചെറിയ ഗ മാ ചെറിയ മാ പ ദ നീ സാ, രണ്ടുപേരിൽ ഷഡ്ജം, അതായത് 2 ഫിംഗർ ഷഡ്ജം. ഇതിന്റെ ശ്രുതി D ആണ്, 2 ഘട്ടം. അപ്പൊ സാരി ഗ ചെറുത്, മാ ചെറുത്, പാ ദാ വലുത്, നീ ചെറുത്, സാ. ഗാന്ധാരം ഒഴിച്ച് ബാക്കി എല്ലാ സ്വരങ്ങളും ഫുൾ നോട്ടിൽ വരും. സാ നീ ദാ പ മാ ഗ, ഗ മാത്രം ഹാഫ് നോട്ട് വരും. രേ സാ. ഇതാണ് ഈ പാട്ടിന്റെ ഫ്രെയിം. ഹരഹരപ്രിയ രാഗത്തിന്റെ ഭാവം ഒന്നും ഇല്ല, ലൈറ്റ് മ്യൂസിക് ആയതുകൊണ്ട് സിറ്റുവേഷൻ അനുസരിച്ച് അദ്ദേഹം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ 2 ഫിംഗറിങ്ങിൽ ആണ് നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഇൻട്രൊഡക്ഷനും ബാക്ക്ഗ്രൗണ്ടും പഠിക്കാൻ സമയം കിട്ടാത്തതുകൊണ്ട് പല്ലവിയും അനുപല്ലവിയും ചരണവും മാത്രമാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. പല്ലവി: മന്ദാരച്ചെപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ, പാസ പ മാ പ മാ പാസ പ മാ പ മാ പ പസ പ. ആദ്യം പ പസ പ വരും. പ പസ പ മാ പ മാ പാസ പ മാ പ മാ. രണ്ടാമത് വരുമ്പോ പ്ലെയിൻ ആയിട്ട് വരും. മന്ദാര പ പസ പ മാ പ മാ ചെപ്പുണ്ടോ, മാണിക്യ പാസ പ കല്ലുണ്ടോ, മാ പ മാ. ഒന്നൊരു പറയാം. പ പസ പ മാ പ മാ പാസ പ മാ പ മാ. ഫ്ലൂട്ടിൽ വരുമ്പോൾ ഒന്നൊരു വായിക്കാം. കയ്യിൽ വാർമതിയേ കയ്യിൽ സപപാദപ സപപാദപ. അവിടെ ശുദ്ധ ദൈവതം ടച്ച് വരും. സപപാദപ പാദപ ചെറിയത ടച്ച് വരും. സപപാദപ. കയ്യിൽ വാർമതിയേ മാപമഗരി സാരിസനി മാപമ ഗരി. ചെറിയ ഗാ തന്നെയാണല്ലോ. മാപമഗരി വാർമതി ഏ സാരിസനി സപപാദപ മാപമഗരി സാരിസനി. കയ്യിൽ വാർമതിയേ സപപാദപ ചെറിയത മാപമ ഗരി ചെറിയ ഗരി സാരിസനി സപപാദപ മാപമ ഗരി സാരിസനി സപപാദപ മാപമ ഗരി സാരിസനി.
പൊന്നും തേനും വയമ്പുമുണ്ടോ പനി പസാ സാ 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 ഗ സരി പനി പസാ പൊന്നും സാ 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 തേനും വ സാ ഗ സരി യമ്പുമുണ്ടോ പൊന്നും തേനും വയമ്പുമുണ്ടോ പനി പസാ സാ 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 ഗ സരി പനി പസാ സാ 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 ഗ സരി. പിന്നെ വാനം പാടിതൻ തൂവലുണ്ടോ പനി പസാ സാ 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 വാനം പാടിതൻ സപരിഗരി തൂവലുണ്ടോ സപരിഗരി ഗാ ചെറുതന്നെയാണ്. പനി പസാ സാ 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 സപരിഗരി. അപ്പോൾ പൊന്നും തേനും വയമ്പുമുണ്ടോ വാനം പാടിതൻ തൂവലുണ്ടോ ചേർത്ത് വായിക്കുമ്പോൾ ഒന്നിട്ട് വായിക്കാം. ഉള്ളിൽ ആമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു. ഉള്ളിൽ ആമോദം രിഗമാപമ ഗരിരീരി രിഗമാപമ രിഗമാപമ ഗരിരീരി. ഉള്ളിൽ ആമോദം തിരകൾ ഉയരുമ്പോൾ രിഗമാപമ അവിടെ ഗായ്ക്കൊരു ദീർഘം വരും. രിഗമാപമ ഗരിരീരി തിരകൾ ഉയരുമ്പോൾ. അപ്പം ഉള്ളിൽ ആമോദ തിരകൾ ഉയരുമ്പോൾ. ഒന്നൊരു വായിക്കാം. മൗനം പാടുന്നു ഗരി സാ 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 ഗരി സാ 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 സാ. മൗനം പാടുന്നു ഗരി സാ 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 സാ. അപ്പൊ ഉള്ളിൽ ആമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു. ഒന്നുകൂടി. ഇതാണ് ഇതിൻ്റെ പല്ലവിയുടെ സ്വരങ്ങൾ. ഞാനിത് മുഴുവനായിട്ട് വായിക്കാം. ഇത് കഴിഞ്ഞിട്ട് പിന്നെ മന്ദാരച്ചെപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയെ ഓ എന്നുകൂടി വരും. അത്രയും വരും പല്ലവി. 3 ലൈനും കൂടി പാടി ഓന്ന് പാടി നിർത്തും. അത്
സമഗരി ഓ സമഗരി സാ 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 സമഗരി സാ 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 എന്നൊരു അത്രയും വരും. അപ്പോൾ ഫുള്ളായിട്ട് ഒരു ഫുൾ പല്ലവി, പിന്നെ ആദ്യത്തെ 3 ലൈനും ഓ ചേർന്ന് വരും. അത് ഞാൻ മുഴുവനായിട്ട് അതുപോലെ വായിക്കാം. ഇതാണ് ഇതിൻ്റെ പല്ലവി മുഴുവനായിട്ടും വരുന്നത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൻ്റെ താളം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമെന്ന് വിശ്വസിച്ചിട്ടാണ് ഞാൻ പറയാറുന്നത്. തിസ്രനട 1 2 3 1 2 3 1 2 3 1 2 3. പാട്ട് അറിയുന്ന എല്ലാവർക്കും അതിൻ്റെ താളം മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടാണ് പറയാറുന്നത്. അപ്പോൾ ഇതാണ് പല്ലവിയുടെ സ്വരങ്ങൾ. ഇനി ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇതിഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ള എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇതിൻ്റെ അടുത്ത ഭാഗം അനുപല്ലവി ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.